കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. അതായത് കജ്ജളം എന്നാൽ അഴുക്ക്, മണ്ണ്, ചളി, ഇതൊക്കെ. ഇത് പറ്റിയാൽ ഏത് സ്വർണവും അതിൻ്റെ പ്രഭ നഷ്ടപ്പെടും. ഏത് സ്വർണത്തിനും അതിൻ്റെ പ്രഭ നഷ്ടപ്പെടും. ഇത് ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ഈ ഒരു പ്രയോഗം ഏത് സന്ദർഭത്തിലാണ് പറയുന്നത്? ആദ്യമൊക്കെ കൈകേയി ശ്രീരാമചന്ദ്രനെ രാജാവാക്കുന്നതിൽ അത്രയും സന്തുഷ്ടയായിരുന്നു. കാരണം മന്ധര ആ വാക്ക് വന്ന് പറയുമ്പോൾ, ആ കാര്യം വന്ന് പറയുമ്പോൾ മന്ധരയെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ധര പറഞ്ഞ് കൈകേയിയുടെ മനസ്സ് ഇളക്കുകയാണ്, മാറ്റുകയാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ സ്വർണം പോലെ ഇരുന്ന ആ കൈകേയിയുടെ മനസ്സ് ഈ മന്ധരയാകുന്ന ചളി പറ്റിയപ്പോൾ അതിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു. അതാണ് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം.